ഇവിടെ കട ഇരിക്കണ നീ വിശക്കണേ അരമണിക്കൂറിനുള്ളിൽ റെഡിയാവും. നീ എന്താ കാണുന്നത്? കൊച്ചുകുട്ടികളുടെ ഡാൻസ് കണ്ടോണ്ടി എനിക്ക് പടം കണ്ടു എനിക്ക് വെച്ചെന്ന് പോയി അങ്ങോട്ട്. കാണും, നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് കാണാതെ വേണ്ട നീ വാ. പാറുവിന്റെ എത്രയുള്ള കുട്ടികളാണെന്നേ, വന്നിരുന്ന് കാണ്. ഇടിഞ്ഞാട് പറഞ്ഞു എനിക്ക് വിശക്കണ്. എനിക്കും വിശക്കണ്ടെന്നേ. എന്ത് ചെയ്യാനാ, നിനക്ക് അരമണിക്കൂർ ഒന്ന് കണ്ടോട്ടെ. പാറു കാണണോ? കൊച്ചുകുട്ടികളുടെ ഡാൻസ് ആവാ. ഇവിടെ മക്കളോടെ കയറിയിരുന്നു കാണിച്ചു. വാവല്ലോ അമ്മ ഇവിടെ ഇരിക്കുകയായിരുന്നാ? ഞാൻ വിചാരിച്ച അമ്മ അടുക്കളയിൽ ജോലി ചെയ്യിക്കുന്നു. എവളെ എന്ത് ചെയ്യണമെന്ന് പറയാം. ഇവിടെ കൊച്ചുകുട്ടിയുടെ ഡാൻസ് കണ്ടോണ്ടിരിക്കുന്നത്. അമ്മ ഡാൻസ് കാണോ നിനക്ക്? നല്ല രസമുണ്ട്. എന്ത് രസമായിട്ടാ കളിക്കണെന്ന് അറിയാമോ? അല്ല, അപ്പൊ ഫുഡ് റെഡി ആക്കണ്ടേ നമുക്ക്? അരമണിക്കൂറിനകം റെഡിയാവും. ബാക്കിയെല്ലാം സെറ്റ് ആയിട്ടിരിക്കുക. ആണല്ലേ? കാണോ? കാണണമെങ്കിൽ വാ, ഇവിടെ നിക്ക്. ഭയങ്കര രസം. എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്, ഞാൻ തീർക്കിട്ട് കേട്ടാ. അതാണ് ആദ്യം ജോലി തീർക്ക്, എന്നിട്ട് നമുക്ക് അന്നത്തെ കുറിച്ച് ചിന്തിക്കാം. നീ കളിയാണ് കൊള്ളാം ഒക്കെ ചെയ്യാം. പക്ഷെ നമുക്ക് ഈ ഡാൻസ് വീഡിയോ കാണാൻ നേരം കൊണ്ട് അടുക്കളയിൽ കയറി ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാ അല്ല, എല്ലാം സെറ്റാക്കി വെച്ചേക്കാണ്. സെറ്റാക്കി വെച്ചേക്കാണ്. അരമണിക്കൂർ അങ്ങോട്ട് കേറാ, റെഡി. ഓക്കെ, എന്നാ കുഴപ്പമില്ല, എന്നാ കാണാം. കാണാ കൊച്ചുകുട്ടിയുടെ ഡാൻസാ. ഭയങ്കര രസോടാ. നീ കളിക്കുന്നതിനേക്കാൾ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അമ്മ പോവാന്ന് അത് പിന്നെയും കാണാല്ലേ, എനിക്ക് വിശക്കണെന്ന്. എല്ലാം റെഡിയായാ? ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഓൾമോസ്റ്റാ? എനിക്ക് വിശക്കണെന്ന്. ഒരു അരമണിക്കൂർ അങ്ങോട്ട് കേറുക, സെറ്റ്. ബാക്കി എല്ലാം റെഡിയാണ്. അരമണിക്കൂർ കയറുന്ന താമസം. ഓക്കെ. ക്യാഷ് എവിടെ പോയി? ഉശേഷിനെ കാണാൻ പോയി. അതാണ് അവനുണ്ടെങ്കിൽ ഇങ്ങനെ ഫുഡ് ലേറ്റ് ആക്കാൻ സമ്മതിക്കില്ലല്ലോ. ആ മിടുക്കനാണ്. എടാ ചുമ്മാട് നിലക്കാടാ. നീ റൂമിൽ പോ, ചെല്ലി. അത് തന്നെ, പോ. ഓൾമോസ്റ്റ് ഫുഡൊക്കെ റെഡിയാണ്. ഒരു അരമണിക്കൂർ കഴിയുമ്പോ വിളിക്കും. അത് തന്നെ, അരമണിക്കൂർ കഴിയുമ്പോ എല്ലാം കിടന്ന് വിളിക്കും. എല്ലാരും വിളിക്കും? അല്ല, അരമണിക്കൂർ കഴിയുമ്പോ എല്ലാരെയും വിളിക്കും. ചെല്ല്, കഴിക്കാറാകുമ്പോ ഞാൻ വിളിക്കാം. ഓക്കെ, ഞാൻ കുറച്ച് കോൾസ് ഉണ്ട്, എല്ലാം കഴിഞ്ഞിട്ട് വന്ന് വിളിക്കാം. ഞാൻ വന്ന് വിളിച്ചോളാം. അതന്നെ, ജോലിയുടെ കാര്യമൊക്കെ നോക്കാം ആദ്യം. പാവം വിശന്നിട്ട് എനിക്ക് വന്നതായിരിക്കും. പാവം എന്ന് പറയണ്ട, വിശന്നിട്ട് എന്നിട്ട് വന്നു എന്ന് പറഞ്ഞാൽ മതി. അല്ല, ഇതിപ്പോ എല്ലാരും വിശപ്പ് എന്ന് പറഞ്ഞേ എനിക്കും വിശക്കുന്നുണ്ടോന്നൊരു ഡൗട്ട്. മിണ്ടായിരിച്ചു, പറഞ്ഞില്ലേ സമയം എല്ലാം റെഡിയാവോന്ന്. ഓക്കെ. എന്തോന്നാലു സമാധാനായിട്ട് ഈ വീഡിയോ കാണാൻ സമ്മതിക്കില്ലേ? അതന്നെ, എന്തോ മച്ചാ നീയൊക്കെ ഈ വീഡിയോ കാണുന്ന സമയം കൊണ്ട് അടുക്കള ചെന്നെങ്കിൽ ഫുഡ് റെഡി ആവൂലായിരുന്നാടി. നിങ്ങൾ സമാധാനപ്പെടും മനുഷ്യ. സമയമാകുമ്പോ എല്ലാം റെഡിയാവും. സമയത്ത് റെഡി ആയാൽ മതി. ഞാനല്ലേ പറയണേ. അരമണിക്കൂർ കൂടെ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റൂ. അത് കഴിഞ്ഞാൽ സ്വഭാവം മാറും. നോക്കിയോ, പറഞ്ഞില്ലേ പോന്ന്. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഇതെന്തോന്ന് പത്രവാര ചെയ്യണ? നിനക്ക് വിശപ്പൊന്നും ഇല്ലേ? എനിക്ക് വിശക്കണ്. ഒന്നും വച്ചോണ്ടൊക്കെ കയറിയില്ലെന്ന്. ഞാൻ കേറിയല്ലോ, കേറിയിട്ട് വെള്ളം കുടിച്ചിട്ട് ഇങ്ങോട്ട് വന്നു. എന്താ കുഴപ്പം? വെള്ളം കുടിച്ചാ? കഴിക്കാന്നൂല്ലേ? ഞാൻ പറഞ്ഞല്ലോ സമയമാകുമ്പോ എല്ലാം ശരിയാവും. എന്തിനാ പിന്നെ ചോദിക്കണേ? അമ്മ അതെന്താന്നറിയോ, നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ റെഡിയാക്കി വെത്തോളൊക്കെ മതിയെന്നേ. ഞാൻ പോയി എല്ലാം എടുത്തു വെക്കാം, എന്നിട്ട് എല്ലാരെയും വിളിക്കാം. ഓക്കെ? വെപ്രാടപ്പെടല്ലേ ലച്ചു. ഞാൻ പറഞ്ഞില്ലേ എല്ലാം റെഡിയാവും. ഇപ്പൊ തന്നെ എല്ലാം റെഡിയാവും. എനിക്കെല്ലാം മനസ്സിലായി. അമ്മ എന്താ സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോകും? കണ്ട, കൊച്ചിന് മനസ്സിലായി ഞാൻ സ്പെഷ്യൽ റെഡിയാക്കാൻ പോവാണെന്ന്. കേശുവിനെ കണ്ടില്ലല്ലോ. അവന് ഉച്ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ചട്ടി അടിച്ചു കാണും. എന്തായാലും ഇത്ര നേരം വിശന്നിരിക്കാനൊന്നും അവനെ കൊണ്ട് പറ്റൂല. എപ്പോഴേ അമ്മ എന്ന് പറഞ്ഞിട്ട് ആരെ കൊണ്ട് വന്നേനെ. എന്തായാലും അവൻ വിശന്നിരിക്കണായിരിക്കും. അവൻ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് അങ്ങ് കഴിക്കാം. അവൻ കഴിച്ചാണ് എനിക്ക് വിശക്കണം. എന്തെങ്കിലും ഉണ്ടാക്കണേ. ബാലു മക്കളെ, അമ്മ ഒരു കാര്യം പറയട്ടെ. ഈ ഒരുപാട് വിശന്നിരുന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴല്ലോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അമ്മ ഇത് പറയാൻ കാര്യം എന്ന് അറിയാമോ? പണ്ട് അച്ഛൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനും അമ്മയും കൂടി അച്ഛനെ സഹായിക്കാനായിട്ട് ചെല്ലും. ആ സമയത്ത് നമ്മളിങ്ങനെ ജോലി ചെയ്ത് അവസാനം വിശപ്പ് തുടങ്ങും. കുറേ കഴിയുമ്പോൾ എന്തൊരു കഷ്ടം എന്നറിയാം. ഒരു കാര്യം ഈ വീട്ടിൽ പറയാൻ പറ്റില്ല. അത് മുഴുവിപ്പിക്കാൻ സമ്മതിക്കില്ല. എന്താണ് കാര്യം? ഒരു കാര്യം ഇവിടെ പറഞ്ഞോണ്ടിരിക്കാൻ കണ്ടില്ല, അതിന്റെ ഫ്ലോ അങ്ങ് പോയില്ലേ. ലച്ചു, എന്തായിരുന്നു അമ്മ പറഞ്ഞത്? കുട്ടമ്പിള്ള കുടുംബം വിശന്ന് വരിഞ്ഞ് പണം ഇത് കിളയ്ക്കാൻ പോയെന്ന്. ഇനി ബാക്കി പറ. കിളയ്ക്കാൻ പോയെന്നല്ല, കിളച്ചോണ്ടിരുന്നപ്പോൾ വിശന്നെന്നാ ഞാൻ പറഞ്ഞത്. തെറ്റിപ്പോയി. അപ്പം അങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോൾ നമുക്ക് വിശക്കുമല്ലോ. അങ്ങനെ വിശന്ന് അവസാനം പണി തീർത്തിട്ട് വിശപ്പ് സഹിച്ച് അവിടെ നിന്ന് അടുക്കളയിലേക്ക് കയറി ചെന്നു. എന്നിട്ട് അത് കഴിക്കും. അപ്പൊ ആഹാരത്തിന് നല്ല രുചിയായിരിക്കും. ഇതെല്ലാവർക്കും അറിയാടി.
ഇതെന്തോന്നിത് വിശന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് കയറിയപ്പോ ഇവിടെ വിശപ്പിന്റെ കഥ നിങ്ങളെല്ലാം കഴിച്ചാ ഈ എവിടെ ഒന്ന് കഴിച്ചില്ലേ എവിടാ അതെന്തുറ്റി സമയമാകുമ്പോ എല്ലാം റെഡിയാവും മിണ്ടായിരിക്കേശു എന്തിനാ ഇങ്ങനെ ഓച്ചെടുക്കണത്? എടി ഇനി എപ്പോഴാണ് സമയമാവണത്? വിശന്ന് പറഞ്ഞ് ചത്തിട്ടാ. ഞാൻ പറഞ്ഞില്ലേ എല്ലാം റെഡിയാവും ഇപ്പൊ തന്നെ. നീ ഉച്ചേച്ചിയുടെ വീട്ടിൽ നിന്ന് മൂക്കുമുട്ടം കഴിച്ചിട്ടാണല്ലോ വന്നത്. ഞാൻ കഴിച്ചൊന്നുമില്ല. അവരൊരു കല്യാണത്തിന് പോയിരുന്നു. ഇപ്പൊ 12 മണിക്കാണ് കയറി വന്നത്. അതുകൊണ്ട് അവരവിടെ ഒന്നും വെച്ചില്ല. ആ അത് പറഞ്ഞപ്പോഴോർത്ത്. എടാ ഈ ഉഷ്ചേച്ചിയുടെ വീട്ടിൽ എന്താണ് സാധാരണ അവർ ഫുഡൊക്കെ ഉണ്ടാക്കണേ? അവരുടെ വീട്ടിലെ സാധാരണ എന്തൊക്കെയാ അവർ ഉണ്ടാക്കണേ കഴിക്കണത്? അമ്മ അതൊക്കെ അവൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഇപ്പൊ എനിക്ക് ഭയങ്കര വിശപ്പ്. എന്തെങ്കിലും എടുത്ത് കഴിക്കണം. മോനെ ഒരു വീട്ടിൽ എന്തെങ്കിലുമൊക്കെ നമുക്കും അതേപോലെയൊക്കെ ഉണ്ടാക്കി പരീക്ഷിക്കാമല്ലോ. എന്താ ഉണ്ടാക്കണേ അവിടെ? എടി സാധാരണ ഉഷേരെ വീട്ടില് ഒട്ടകറച്ചി കുപ്പൂസും. നീ വാടി വാ വന്ന് വല്ല ഉണ്ടാക്കിത്താ വാ. ബാലു ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എല്ലാം ശരിയാവും, ഒന്ന് വെയിറ്റ് ചെയ്യ്. ഹലോ അത് വന്ന് എടാ മാറി. എത്ര നേരമായിട്ട് ഞാനിങ്ങനെ ക്ഷമിച്ചിരിക്കണെന്നാ. ഓർഡർ ചെയ്യാൻ വൈകിപ്പോയെന്നേ, അതാണ് ഇത്രയും ലേറ്റ് ആയത്. അല്ല അമ്മ ഇതെന്താണിത്? ഇതെനിക്കുള്ള ചോറ്, ചട്ടിച്ചോറ്. അമ്മയ്ക്കുള്ള ചോറാ? ആ അപ്പൊ നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിക്കണം. ഇത് എനിക്കുള്ള ചോറാണ്. ഇതിനകത്ത് എന്തെല്ലാം സാധനങ്ങളുണ്ടെന്ന് അറിയാമോ? ചോറ്, ബീഫ് കറി, ബീഫ് ഫ്രൈ, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, മീൻ കറി, പുളിശ്ശേരി, മുട്ട വറുത്തത്, ചെമ്മീൻ തോരൻ, ചെമ്മീൻ ചമ്മന്തി, ചെമ്മീൻ വിഴുക്കുവരട്ടി എല്ലാം ഉണ്ട്. ഭയങ്കര ടേസ്റ്റാ. അപ്പൊ ഇവിടെ ഒന്നും റെഡിയാക്കിയില്ലേ? ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ല, ഇത് എനിക്കുള്ളതാണ്. അല്ല അപ്പൊ സമയമാകുമ്പോ റെഡി ആവുമെന്ന് പറഞ്ഞ സമയമേ എനിക്കുള്ള റെഡി ആവുന്ന ഞാൻ ഉദ്ദേശിച്ചത്. കളിക്കരുത് കേട്ടാ. മിണ്ടിപ്പോവരുത്. എല്ലാവർക്കും ഞാൻ തന്നെ എല്ലാം കുക്ക് ചെയ്ത് മുമ്പിൽ കൊണ്ടു തരണം. ആർക്ക് തടിയിറങ്ങാൻ മേല. ഒരു കറിവേപ്പില പൊട്ടിക്കാൻ പറഞ്ഞപ്പോ എന്തായിരുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചോണ്ട് നിൽക്കായിരുന്നു അല്ലേ? ഇനി രാത്രി ഇങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. കൂടെ നിന്ന് എനിക്കിട്ടും വെച്ചല്ലേ അമ്മ. മിണ്ടിപ്പോവരുത്. നിന്നോട് പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞത്? അവരടുത്ത് പറയാൻ. ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും അവരങ്ങനെയാണെങ്കിലും എന്ന് പറഞ്ഞു. അപ്പൊ നീ അവരുടെ കൂടെ തന്നെ നിന്നോ? ഞാൻ കഴിച്ചിട്ട് വരാം. അടുത്തേക്ക് എന്റെ അടുത്തേക്ക് വന്ന് എന്റെ ഫുഡിലെങ്ങാനും തൊട്ടാ അച്ഛനാണ് മക്കളാണെന്ന് ഞാൻ ആലോചിക്കൂല. കൊന്നുകളയല്ലാത്തിനെ കള്ളിയങ്ങാട്ടെ നീലു.